മുന്നോട്ട് കൊണ്ടുപോവാൻ, ഭാരങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാമൂഹികമായ കടമകളും ബാധ്യതകളും നിർവഹിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയും. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ, നമ്മെ അല്ലാഹു സാമൂഹ്യ ജീവിയായിട്ടാണ് പടച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. മാതാവ്, പിതാവ്, മക്കൾ, അങ്ങനെയുള്ള കുടുംബ ബന്ധവും രക്തബന്ധവും. അത് കഴിഞ്ഞ് അയൽപ്പക്ക ബന്ധം, വിവാഹബന്ധം, സൗഹൃദ ബന്ധങ്ങൾ, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. എന്തിനാണ്? എൻ്റെ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കാനും എനിക്കൊരു കൈത്താങ്ങായി വർത്തിക്കാനും ഈ ബന്ധങ്ങൾ ഉപകരിക്കണം. ഞങ്ങൾ ഉണ്ടടാ, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ആ ബന്ധം ഏറെ ഊഷ്മളതയുള്ളതും ശക്തി ചൈതന്യവത്തായ ഒരു ബന്ധമായി മാറുകയും ചെയ്യും. ജീവിത വഴിയിൽ ഈ ബന്ധങ്ങളെ ഇല്ലാതെ പോകുമ്പോഴാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇനി തരണം ചെയ്യാൻ കഴിയില്ല എന്ന് തോടി ജീവിതത്തിൽ ഒളിച്ചോടുന്ന അവസ്ഥ വരുന്നത്. എൻ്റെ കാര്യം ഞാനേ നോക്കാനുള്ളൂ, എന്നെക്കൊണ്ടിത് കൂട്ടിയാൽ കൂടാതായിട്ടുണ്ട്, ഇനി നല്ലത് ജീവിതം അവസാനിപ്പിക്കലാണ് എന്നൊക്കെ തോന്നുന്നത് ഈ ബന്ധങ്ങൾ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. ഈ ബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്നറിയങ്ങൾ? നമ്മൾ ഈ സമൂഹത്തിലൊരു കണ്ണിയാണല്ലോ. നമ്മൾ മറ്റ് പലർക്കും ആദ്യം ഒരു കൈത്താങ്ങായി മാറണം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ നമ്മൾ അവരുടെ കൈത്താങ്ങായി ഒരു സ്വാന്തന സ്പർശമായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വല്ല ആപൽ ഘട്ടങ്ങളും വരുമ്പോൾ സഹായിക്കാനും സാന്ത്വനം നേരാനുമൊക്കെ അവർ നമ്മുടെ കൂടെ ഉണ്ടായിത്തീരുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇർഹമു മംഫിൽ അർളി യർഹമുക്കും മംഫിസ് സമാ. അപ്പം നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും നമ്മൾ പറയുക യഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണല്ലോ. പടച്ചവനെ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ. നമ്മൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്, വേറെ ആരും കൂടെയില്ല. ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത് എന്നാൽ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴേ ഇയ്യാക നഅ്ബുദു, അല്ല ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നല്ല അപ്പോഴും പറയുന്നത്. ഇപ്പം സമൂഹത്തോടൊരു ബാധ്യതയുണ്ട്. ആ സാമൂഹിക ബാധ്യത പരസ്പരം അറിഞ്ഞും ബോധപൂർവം നിർവഹിക്കുമ്പോഴാണ് ഞാനിതിലൊരു മെമ്പറാണ്, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഉണ്ടാകും എന്ന് ആളുകൾക്ക് തോന്നുന്നത്. ആ തോന്നലാണ് ജീവിതത്തിൽ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ യർഹമുക്കും മൻ ഫിസ് സമാ, ഉപരിലോകത്തുള്ള പടച്ച റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കും. ഒന്നുകൂടി റസൂലുള്ളാഹി തറപ്പിച്ചു പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം, കാരുണ്യം കാണിക്കാത്തവനോട് കാരുണ്യമാരും കാണിക്കുകയും ചെയ്യില്ല. എന്നാൽ അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ഇത് ഇങ്ങോട്ട് കിട്ടൂ. ആ കൊടുക്കുന്നതിന് പിശുക്ക് കാണിച്ചാൽ കിട്ടുന്നതും ദുർലഭമായി തീരും എന്നർത്ഥം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അല അദുല്ലുക്കും അല അഫ്ളല മിൻ ദറജത്തി സ്വലാത്തി വസിയാം, നമസ്കാരത്തെക്കാളും നോമ്പിനെക്കാളും വസദഖ, ദാനധർമ്മത്തെക്കാളും ഒക്കെ ശ്രേഷ്ഠമായൊരു പ്രവൃത്തി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആളുകൾക്കൊക്കെ സന്തോഷം നൽകുന്ന ഒന്നാണല്ലോ.
നിസ്കാരവും നോമ്പൊക്കെ ദിനേന ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ സമയങ്ങളിൽ ചെയ്യുന്നൊരു വിശ്വാസിക്ക് അതിനേക്കാൾ ഗുണപ്രദമായൊരു സംഗതിയെ അറിയിച്ചു കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ കാലു ബലായ റസൂലുള്ള, അതേ റസൂലേ. അപ്പോൾ പറഞ്ഞു ഇസ്ലാഹു ദാത്തിൽ ബൈനി, രണ്ടാളുകൾക്കിടയിൽ നന്മയുണ്ടാക്കലാണ്. രണ്ട് മനുഷ്യന്മാർക്കിടയിലുള്ള ഇസ്ലാഹിൽ അലാഖാത്തി ബൈനൻ നാസ്, മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളെ സുദൃഢമാക്കാൻ പണിയെടുക്കലാണ്. കുറേ സുന്നത്തങ്ങനെ നിസ്കരിച്ചിരിക്കുന്നതിനേക്കാളും പറയാത്തതായ ദിവസങ്ങളിൽ പോലും നോമ്പെടുത്തങ്ങനെ കൂലി കിട്ടാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് ജീവിച്ചിരിക്കുന്ന ഈ സമൂഹത്തിലെ രണ്ട് മനുഷ്യർക്കിടയിലുള്ള പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കലാണ് ഏറ്റവും അഫ്ളലായ കാര്യങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്. നമുക്കറിയാം ഇഅ്തികാഫ് റമദാൻ മാസത്തിലാണ്. ഏറ്റവും പുണ്യപ്പെട്ട മാസത്തിലെ പുണ്യപ്പെട്ടൊരു ഇബാദത്താണ് ഇഅ്തികാഫ്. അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ഫഅതാഹു റജുലുൻ, ഒരു മനുഷ്യൻ ആ പള്ളിയിലേക്ക് കടന്നു വന്നു. മുൻപരിചയമില്ലാത്ത ആളാണ്, ആരെന്നറിയില്ല. നബിയുടെ പള്ളിയിലേക്ക് അയാളും കടന്നു വന്നു. ഫസല്ലമ അലൈഹി, അദ്ദേഹം ഇബ്നു അബ്ബാസിനോട് സലാം പറഞ്ഞു. സുമ്മ ജലസ അലാ ജംബി, ഇബ്നു അബ്ബാസ് ഇത്തികാഫ് ഇരിക്കുന്ന ഭാഗത്ത് തന്നെ വന്ന് ഇയാളും വന്നവിടെ ഇരുന്നു. സലാം പറഞ്ഞ അവിടെ ഇരുന്നു. അപ്പം അങ്ങനെ വളരെ മൗനിയായി മൂകമായി ഒരു പ്രസരിപ്പില്ലാതെ അയാളങ്ങനെ പള്ളിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, യാ ഫുലാൻ അറാക ഹസീനൻ, നിങ്ങൾ ദുഃഖിതനെ പോലെ ഇരിക്കുന്നു, എന്താ നിങ്ങൾക്ക് ഒരു പ്രശ്നം പോലെ ഇരിക്കുന്നു നിങ്ങൾക്ക്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കടമുണ്ട്, ആ കടം വീട്ടാനുള്ള സംഖ്യയോ പരിഹാരമോ എൻ്റെ അടുത്തില്ല. വലൈസ മഈ, എൻ്റെ അടുത്ത് അതിനുള്ളൊരു പോം വഴി കാണുന്നില്ല. ആ പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും റബ്ബ് വഴി കാണിച്ച് തന്നാലോ എന്നുള്ളവർക്ക് ഒരാഗ്രഹിച്ചും പ്രാർത്ഥിച്ചും പ്രതീക്ഷയോടുകൂടി പള്ളിയിലിരിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, യുംകിനു അൻ യുകല്ലിമ റജുലു അല്ലദീ ഇൻദഹു, ആ നിങ്ങൾ കൊടുക്കാനുള്ള മനുഷ്യനോട് ഒന്ന് സംസാരിച്ചാൽ അയാൾ വല്ല സാവകാശവും നിങ്ങൾക്ക് തരുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്. നിങ്ങൾ കൊടുക്കാനുള്ള മനുഷ്യനോടൊന്ന് ഇടപെട്ട് സംസാരിച്ചിട്ട് കുറച്ച് നീട്ടിക്കൊടുക്കി, നോമ്പൊക്കെ അല്ലേ, പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് തരുന്നോ, അല്ലെങ്കിൽ ഒരു സാവകാശം കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ അയാൾ കേൾക്കുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ ഒരാൾ പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടു എന്ന് വരും. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളോട് ഈ വിഷയം പറയാൻ വന്നാന്നൊക്കെ പറഞ്ഞാൽ അയാളോടുള്ള മാന്യത പരിഗണിച്ചെങ്കിലും ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുമല്ലോ. എന്നാ പിന്നെ നമ്മൾ പോവാന്നാണ്. എന്തിന്? ജീവിതത്തിൽ ഈ കടക്കണിയിൽ കുടുങ്ങി ജീവിതത്തിൽ കാണാത്ത ഈ സഹോദരന്റെ കടമൊന്ന് നീട്ടിക്കൊടുക്കാൻ വേണ്ടി, അഭ്യർത്ഥിക്കാൻ വേണ്ടിയാ പോകുന്നത്. അപ്പൊ ഈ കടം ബാധ്യതയുള്ള മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആ നസീത്ത മാകുൻത ഫീഹി, നിങ്ങൾ ഇത്തികാഫ് ഇരിക്കല്ലേ, നിങ്ങൾ മറന്നോ? ഇത്തികാഫ് ഇരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഏത് കടം കൊണ്ട് കുടുങ്ങിയ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം ഒരു സഹോദരന് മറവി സംഭവിച്ചിട്ടാണ് ഇറങ്ങിപ്പോരുന്നെങ്കിലോ? ആ നസീത്താന്നാ ചോദിച്ചു, നിങ്ങൾ മറന്നോ? ഇത്തികാഫ് ഇരിക്കല്ലേ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോരേ ഒരു കടം നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, മൻ മശാ ഫി ഹാജത്തി അഖീഹി, ഒരു സഹോദരന്റെ ആവശ്യം പരിഹരിക്കാൻ വേണ്ടി അവന്റെ കൂടെ നടന്നാൽ വബലാ ഫിഹ കാന ഖൈറൻ ലഹു, എന്നിട്ട് അതൊരു ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. വെറുതെ പോന്നിട്ടോ ഇത്തികാഫ് ഇരുന്ന അതേം കിട്ടീനി, ഇത് ഇയാളെ കണ്ടതുമില്ല പറഞ്ഞിട്ട് കേട്ടതുമില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പോന്നവനും സങ്കടമാവുമല്ലോ. 2 മണിക്കൂർ ഇപ്പം മെനക്കെട്ട് ഇവിടെ വന്നിട്ട് അയാളെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ആ മനുഷ്യനൊന്നും പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ
എന്ന് പറയുന്ന നിരാശ വരുമല്ലോ. ഈ പോയ കാര്യം ഹൈറായും ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞതൊക്കെ കേട്ടു എങ്കിൽ മനി 10 കൊല്ലം ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യം, ഈ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ, മദീന പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യം ഈ ഒരു സഹോദരന്റെ ആവശ്യം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടലാണ് എന്ന് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇറങ്ങി പുറപ്പെടുകയാണ്, അല്ലാതെ ഇത്തികാഫാന്ന് മറന്നതുകൊണ്ടല്ല. ഒരാളുടെ ആവശ്യം കേട്ടപ്പോഴേക്ക് വികാരഭരിതനായി ഇറങ്ങി പുറപ്പെട്ടതുമല്ല. ഒരു സഹോദരന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി കൂടെ നിന്നാൽ ഈ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന് പുണ്യപ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് പുറപ്പെട്ടിട്ടുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. അവിടെ റസൂൽ ഒന്നുകൂടി പറഞ്ഞു, മൻ കാന ഫി ഹാജത്തി അഖീഹി, ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ കാനല്ലാഹു ഫി ഹാജത്തിഹി, അവന്റെ ആവശ്യത്തിന് അല്ലാഹ് പരിഹാരം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ വരുന്നു, ജമാഅത്ത് ഞാൻ വീട്ടിൽ പോയിരിക്കുന്നു, ഈ സമൂഹമോ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളോ നമ്മുടെ അജണ്ടയായി മാറുന്നില്ല എങ്കിൽ സാമൂഹിക ജീവിയായി അല്ലാഹു തആല സംവിധാനിച്ച ഈ മനുഷ്യരുടെ പൊതുബാധ്യതയിൽ നമ്മൾ ഒഴിഞ്ഞു പോവുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചൊരു സംഗതി, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഈ വിശ്വാസികൾ തമ്മിൽ ചില ബാധ്യതകളുണ്ട്. ബാധ്യത നിർവഹിക്കാതിരുന്നാൽ ബാക്കിയുള്ള ഇബാദത്തിന് അത്ര പ്രസക്തി ഇല്ലല്ലോ. അതിലൊന്ന് പറഞ്ഞ എന്താ നിങ്ങളെ, കണ്ടാൽ മനുഷ്യനോട് സലാം പറയലാണ്. സലാം പറയാന്ന് പറഞ്ഞാൽ തന്നെ ഒരു അടുപ്പുണ്ടാവുമല്ലോ. ഒരാളെ കണ്ട് സലാം പറയുമ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുമല്ലോ, കൈഫൽ ഹാൽ, എന്താ നിങ്ങളെ വർത്താനം, സുഖല്ലേ? അങ്ങനത്തെ ഒരു സമയത്തൊരു സഹോദരനോട് പങ്കുവെക്കാനും കഴിയണം. നമ്മളിത് ഇപ്പോഴൊക്കെയുള്ളൊരു പ്രശ്നം എന്താ നിങ്ങൾ, ചില ആളുകൾ എന്തായാലും പറയൂല. ക്യാൻസർ ബാധിച്ച് അങ്ങേയറ്റം എത്തിയിട്ടും ആരോടും മിണ്ടാതിരിക്കുക. എന്തിന്? അയാൾക്ക് ക്യാൻസർ ആണ് എന്ന് ആളുകൾ പറഞ്ഞാലും അറിഞ്ഞാലും ഒക്കെ മാനക്കേട് വിചാരം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആത്മാർത്ഥമുള്ള പ്രവർത്തകന്റെ പ്രാർത്ഥന കിട്ടൂലേ? നമുക്ക് രോഗമുണ്ട് എങ്കിൽ ഒരു മോശം സംഭവിച്ചതോ അല്ലെങ്കിൽ ഒരു അബദ്ധമൊന്നും അല്ലല്ലോ രോഗം വരിക എന്നുള്ളൊരു കുറ്റമല്ലല്ലോ. വാർദ്ധക്യവും രോഗമൊക്കെ ജീവിതത്തിൽ വരുന്നൊരു സംഗതിയാണ്. ചില ആളുകൾ മറച്ചു വെക്കും. മറച്ചു വെക്കുന്നത് എന്തിനാ വെച്ചാൽ, പ്രശ്നമൊന്നുമില്ല, അവനെ കാണാൻ ചെല്ലുന്നവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ആളുകൾ പറയാം. സത്യത്തിൽ കാണാൻ ചെല്ലേണ്ട അപ്പോഴത്തെ കാലത്ത് പ്രാർത്ഥിക്കാനും വിവരം അറിയിക്കാനും മൊബൈൽ ഫോൺ മതിയല്ലോ. അപ്പോൾ ഈ ബന്ധങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞതാ. പിന്നെ ഒന്ന് പറയും, രോഗിയെ സന്ദർശിക്കുക എന്ന്. രോഗിയായ മുസ്ലിമിനെ സന്ദർശിക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഈ നാട്ടിലെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ രോഗിയാണോ, അവനെ സന്ദർശിക്കുക. അപ്പൊ സന്ദർശിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, എന്താപ്പം ചികിത്സ, എന്താപ്പം സംഗതി? അപ്പോൾ അവൻ പറയും, ഇന്നൊരു ഹോസ്പിറ്റലിൽ കൂടി പോയി നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടേനി, അതിന് പൈസ അല്ല, അവിടെയും കൂടി പോയി നോക്കി പോയ ഒരാൾക്ക് സുഖപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു തരും എന്ന് റസൂലുള്ളാഹി വീണ്ടും പറയാം. മൻ ഫറജ, ആരെങ്കിലും ഒരാൾക്ക് ആശ്വാസം കണ്ടെത്തിക്കൊടുത്താൽ, ഒരു മുസ്ലിം അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിന്, ഒരു പ്രതിസന്ധിക്ക് ആശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ ഫറജല്ലാഹു അൻഹു ഖുർബതം മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ അന്ന് അള്ളാഹു അവനും ആശ്വാസം നൽകും എന്ന് സൂചിപ്പിക്കുക. ഇപ്പം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ ഇപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ അവനവൻ്റെ ജോലി, അവനവൻ്റെ വീട്, അവനവൻ്റെ ഏർപ്പാടുമായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടുമ്പോൾ കുറേ തലമുറ ഫ്ലാറ്റിൽ ഒതുങ്ങിക്കൂടുകയാണ്. അവനവൻ്റെ ഫ്ലാറ്റിൽ ജീവിക്കുന്നു. അപ്പുറത്ത് വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾ ആരാന്നറിയില്ല. ഇനി അവർക്കത് ചോദിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അത് രണ്ടും ഒരുപോലെയാണ്. ഇവരങ്ങോട്ട് ചെല്ലുന്നതും ഇഷ്ടമല്ല, ചോദിക്കുന്നതും ഇഷ്ടമല്ല. ആരാണ് നമ്മളെ തൊട്ട് അയൽവാസി വെച്ച് അറിയില്ല.
അവർക്ക് എന്താ ജോലി ഒന്നും അറിയില്ല. ഒരു കൊടക്കീഴിൽ ഒരു മേൽക്കൂരക്ക് കീഴിലാണ് ഒരുപാട് മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. എന്നാൽ പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്ര വിവരം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു വീട്ടിൽ വിളിച്ചാൽ കേൾക്കാത്ത ദൂരത്ത് അടുത്ത വീടുണ്ടാവുക. എന്നാൽ ആ വീട്ടുകാർ തമ്മിൽ ഒരു വീട് പോലെ ബന്ധമുണ്ടായിരുന്നു. അവിടുത്തെ മക്കൾ ആരൊക്കെയാണ്, എന്തൊക്കെയാ പേര്, അവരുടെ ജോലി എന്താണ് എന്നൊക്കെ പരസ്പരം അറിഞ്ഞും പരസ്പരം ഒരു സഹകരിച്ച ജീവിതം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു VIP പരിഗണനയിലേക്ക് എത്തണമെങ്കിൽ ആരും ആരിലേക്കും ഇടപെടാതെ ജീവിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വാർത്തകൾ കേൾക്കാറുണ്ട്, അയൽവശത്ത് മരിച്ചിട്ട് വാസന വെച്ചിട്ട് പരതി നോക്കുമ്പോഴൊക്കെയാണ് അറിയുന്നത് അയൽവാസികൾ അറിയുന്നില്ല എന്നൊക്കെ പറയുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് തോന്നാം ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് നല്ലത് ജീവിതം അവസാനിപ്പിക്കലാണ് എന്ന കടുങ്കൈ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിലാണ്. അതുകൊണ്ട് അള്ളാഹ് സൂചിപ്പിച്ചൊരു വാക്ക് ഇന്നല്ലാഹി യഅ്മുറു ബിൽ അദ്ൽ, നീതി കൽപ്പിക്കാനാണ് അള്ളാഹ് നമ്മോട് ഇന്നല്ലാഹി യഅ്മുറു, അള്ളാഹ് കൽപ്പിക്കുന്നുണ്ട്. എന്താ ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നന്മ ചെയ്തുകൊണ്ടും നീതി ചെയ്തുകൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം. വ ഈതാഇദിൽ ഖുർബ, നമുക്ക് അള്ളാഹു ചെയ്ത നിയാമത്തുകൾ ബന്ധുക്കൾക്ക് നൽകിക്കൊണ്ടും വയൻഹാനിൽ ഫഹ്ശായി വൽ മുൻകർ, അശ്ലീലങ്ങളും ആഭാസങ്ങളും തടഞ്ഞുകൊണ്ടും വൽ ബഗി, ഇതൊക്കെ അപ്പോൾ അതിക്രമങ്ങൾ, അനാശാസ്യ പ്രവർത്തനങ്ങൾ, അധാർമികത, ഇതൊക്കെ തമ്മിൽ തടഞ്ഞു നിർത്തുക. തെറ്റ് ചെയ്യുന്നവരോട് പറഞ്ഞും ഉപദേശിച്ചും ഗുണദോഷങ്ങൾ നൽകിയും ഒക്കെ സമൂഹത്തിൽ പരസ്പര കാവലുകളായിത്തീരുക. യഅ്ലുക്കും, റബ്ബ് നിങ്ങളോട് ഉപദേശിക്കുന്നു, ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി. അപ്പം മനുഷ്യർ തമ്മിൽ പാരവെച്ചും വിദ്വേഷങ്ങൾ വാരി വിതറി അല്ല പോകേണ്ടത്, സ്നേഹിച്ചും സഹകരിച്ചും ഒത്താശകൾ ചെയ്തും അവൻ്റെ. ഇപ്പം നിങ്ങളാലോചിച്ച് ഒരു വീട്ടിലൊക്കെ ഒരാൾ രോഗിയായാൽ പോലും ആരും നോക്കാത്തൊരവസ്ഥ, ആരും തിരിഞ്ഞു പിന്നെ വലിയൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങും, പിന്നെ അങ്ങോട്ട് പറയും. അപ്പം അങ്ങനെയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കിഡ്നി ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഒരു ക്ലബ്ബുണ്ട് ഇറങ്ങും, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി ഇറങ്ങും, അയാളെ കിഡ്നി റീപ്ലാന്റ് ചെയ്യണം, ഇത്ര ലക്ഷം ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞാൽ വലിയ സോഷ്യൽ മീഡിയ ചാരിറ്റിയൊക്കെ ഓപ്പൺ ആവും. നിങ്ങൾ പ്രഷറിൻ്റെ ഗുളിക കുടിക്കാണ്ടാവും തൊട്ടടുത്തൊരാൾ, ചെറിയ പൈസ മതി ആ ഗുളികക്ക്. ആ പ്രഷറിൻ്റെ ഗുളിക കുടിക്കാനില്ലാത്തതുകൊണ്ട് അയാൾ പ്രഷർ വന്ന് ബുദ്ധിമുട്ടുന്നുണ്ടാവും, അത് കാണാൻ ആരും ഇല്ല അവിടെ. വലിയൊരു പ്രശ്നം വരുമ്പോൾ ആളുകളുടെ ഏറ്റെടുക്കും, അതൊരു വികാരത്തിലാണ്ട് കുറേ സംഖ്യകൾ കിട്ടും. ആ സംഖ്യ കിട്ടിയാൽ പിന്നെ അത് കഴിഞ്ഞു. അപ്പം നാട്ടിൽ മനുഷ്യർക്ക് തമ്മിൽ പറയാൻ ഒരാൾ വേണം. അതാ നമ്മൾക്ക് പറയാൻ, നമ്മുടെ സാഗര് പറയാൻ, അത് ഒന്നുകിൽ ഇണയാവാം, കൂട്ടുകാരാവാം, അയൽപ്പക്കമാവാം, ആദർശ ബന്ധുക്കളാവാം, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണത്. അതുകൊണ്ടാണ് റസൂൽ നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ നേരെ തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ നോക്കും, ഈ മുസ്ലിം സമൂഹത്തിൽ ഇപ്പോൾ ഹാജരാവേണ്ട ആളുകൾ ആരൊക്കെയാ വരാത്തത് എന്നിട്ട് വന്നവരോട് ചോദിക്കുക, അല്ലടാ ഇവനെ കാണുന്നില്ലല്ലോ, ഓൻ നിസ്കാരത്തിൽ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നബി ഓൻ ഇന്ന അസുഖമുള്ളതുകൊണ്ട് ഇന്ന ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വരാത്തതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ചോദിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊരു 4 ദിവസം കാണുന്നില്ല, ഒരാൾ ചോദിച്ചു, അന്വേഷിച്ചു, അങ്ങനെ പോഴുമ്പോഴാണ് എനിക്കും ഞാൻ ഒറ്റപ്പെട്ടവനല്ല, ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. ഒരു പ്രശ്നങ്ങൾ അത് അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കരുത്തായിത്തീരും. അതുകൊണ്ടാണ് അള്ളാഹ് വിശ്വാസിക്ക് നൽകുന്നൊരു ഗ്യാരണ്ടി എന്താണ്? നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. അവിടേക്ക് നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തിൻ്റെ കരുത്തിലൂടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.